നമസ്കാരം. ലോകത്തിലെ ആദ്യത്തെ ക്ലാസിക്കൽ ഡാൻസ് ബാൻഡ് ആനന്ദ വൈഭവം. എൻ്റെ ഗുരുനാഥനിലൂടെ അത് ആദ്യമായി സാധ്യമാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യ എന്നുള്ള രീതിയിൽ ഏറ്റവും അഭിമാനിക്കുന്ന ഒരു നിമിഷമാണിത്. ഏകദേശം 20 വർഷത്തോളമായി ഞാൻ ആനന്ദ് മാഷിൻ്റെ സ്റ്റുഡൻ്റായിട്ട്. അതുവരെയും എൻ്റെ നൃത്ത പഠനം, സംഗീത പഠനം എന്നൊക്കെ പറയുന്നത് യുവജനോത്സവത്തെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള മാത്രം പഠന രീതിയായിരുന്നു. അത് മാത്രമേ എനിക്ക് അറിയുന്നുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എറണാകുളത്തേക്ക് താമസം മാറി. നൃത്തം തുടർന്നും പഠിക്കണം എന്നുള്ള ആഗ്രഹം വന്നു. അപ്പോൾ തീർച്ചയായിട്ടും പുതിയൊരു ഗുരുനാഥനെ കണ്ടെത്തേണ്ട ഒരു ആവശ്യമാണ്. അങ്ങനെയാണ് ആനന്ദ് മാഷിലേക്ക് എത്തുന്നത്. അവിടുന്ന് മുതൽ തികച്ചും വ്യത്യസ്തമായിരുന്നു നൃത്തത്തിനോടും കലയോടുമൊക്കെയുള്ള എൻ്റെ സമീപനം. നൃത്തം ഇങ്ങനെയും അവതരിപ്പിക്കാം എന്ന് ഞാൻ പഠിക്കുന്നത് ആനന്ദ് മാഷിലൂടെയാണ്. മാഷിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് മാഷിൻ്റെ ഓരോ സ്റ്റുഡൻറ്റിനെയും അവരുടെ കഴിവുകൾ നോക്കി മനസ്സിലാക്കിയിട്ടാണ് അവർക്കുള്ള ഐറ്റം മാഷ് കമ്പോസ് ചെയ്യുന്നത്. ഇപ്പം ഞാനൊക്കെ ജതികൾ ചെയ്യാനും ആരമണ്ഡലത്തിലിരുന്ന അടവുകൾ ചെയ്യാനൊക്കെ ഇത്തിരി മടിയുള്ള കൂട്ടത്തിലാണ്. അപ്പം അതുകൊണ്ട് തന്നെ അഭിനയത്തിനും സ്വരങ്ങൾക്കൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള നൃത്തരൂപങ്ങളാണ് മാഷ് എനിക്ക് വേണ്ടി എപ്പോഴും കമ്പോസ് ചെയ്തിട്ടുള്ളത്. നൃത്തത്തെ കൂടുതൽ സ്നേഹിക്കാൻ ഞാൻ തുടങ്ങിയത്, നൃത്ത കഥകളെ കൂടുതൽ അറിയാൻ തുടങ്ങിയത് എല്ലാം ആനന്ദ് മാഷിലൂടെയാണ്. മാഷ് തരുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട് നമുക്ക് വേദികളിൽ. ചിലപ്പോൾ 5 മിനിറ്റിൻ്റെ ഒരു പദം നമ്മൾ 7 മിനിറ്റൊക്കെ എടുക്കും. ചിലപ്പോൾ അത് 4 മിനിറ്റ് കൊണ്ട് അവസാനിക്കും. അപ്പം അതിനനുസരിച്ചിട്ട് പക്കമേളത്തിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കും മാഷ്. അല്ലാതെ ഒരിക്കലും ഞാൻ പഠിപ്പിച്ച ഐറ്റം നീ കൂടുതൽ ചെയ്തു അല്ലെങ്കിൽ കുറവ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും മാഷ് വഴക്ക് പറഞ്ഞിട്ടില്ല ഞങ്ങളെ. കാരണം മാഷ് പറയുന്നത് എപ്പോഴും നമ്മൾ നർത്തകി ഭയങ്കര ആസ്വദിച്ച് ചെയ്യണം, പ്രേക്ഷകന് അത് കണക്റ്റ് ആവണം, അവർക്കും അത് ഏതൊരാൾക്കും എൻജോയ് ചെയ്യാൻ പറ്റണം. അപ്പം ആ രീതിയിലുള്ള വളരെ ലളിതമായിട്ടുള്ള അവതരണ രീതിയാണ് മാഷ് എപ്പോഴും ഉപയോഗിച്ചിട്ടുള്ളത്. കേരളത്തിൽ ഒരുപാട് വലിയ വലിയ വേദികളിൽ ഡാൻസ് പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട അമ്പലങ്ങളിൽ ഡാൻസ് പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം ഫുൾ ക്രെഡിറ്റ് എൻ്റെ മാഷിനുള്ളതാണ്. കാരണം ഞാൻ അത്രയധികം കോൺഫിഡൻസും ധൈര്യവും എന്നുള്ള ഒരാളൊന്നുമല്ല. ഈ പ്രോഗ്രാംസൊക്കെ വരുമ്പോൾ എനിക്ക് പേടിയായിരുന്നു അവിടെയൊക്കെ ചെല്ലാൻ വേണ്ടിയിട്ട്. പക്ഷെ മാഷ് തരുന്നൊരു ധൈര്യമുണ്ട്. ഏതവസ്ഥയിലും ഏത് സമയത്തും മാഷ് ഓടി വന്ന് അതിനുള്ള റിഹേഴ്സൽ തരാൻ, ലൊക്കേഷനിലൊക്കെ വന്നിട്ട് മാഷ് പാക്കപ്പിന് ശേഷമൊക്കെ എനിക്ക് റിഹേഴ്സൽ തന്നിട്ടുണ്ട്. പുതിയ പുതിയ ഐറ്റങ്ങൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ മാഷുമായിട്ടുള്ള അനുഭവം എന്ന് പറയുന്നത് ചുരുങ്ങിയ സമയം കൊണ്ട് പറഞ്ഞ് തീർക്കാൻ പറ്റിയ അനുഭവമല്ല. കാരണം ആനന്ദ് മാഷ് എന്ന് പറയുന്നത് എനിക്കൊരു ഗുരു മാത്രമല്ല. അദ്ദേഹം എൻ്റെ പിതാവിൻ്റെയും മാതാവിൻ്റെയും സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളാണ്. എൻ്റെ സഹോദരൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളാണ്. എന്തും തുറന്ന് പറയാൻ പറ്റുന്ന ഒരു നല്ലൊരു സുഹൃത്താണ് മാഷ് എനിക്ക്. നമ്മൾ തളർന്നിരിക്കുന്ന സമയത്ത് നമ്മളെ പിടിച്ചെണീപ്പിക്കുന്ന, നമുക്ക് 2 കൈയിൽ നിന്ന് നമ്മളെ പിടിച്ചെണീപ്പിക്കുന്ന നല്ലൊരു മോട്ടിവേറ്ററാണ് മാഷ്. അങ്ങനെ എനിക്ക് മാഷ് പല പല രൂപങ്ങളിൽ എനിക്ക് മാഷ് നിർവചിക്കാൻ പറ്റുള്ളൂ. അതേപോലെ മാഷിൻ്റെ കുടുംബം എനിക്ക് എൻ്റെ സ്വന്തം കുടുംബം പോലെ തന്നെയാണ്. ടീച്ചറായാലും കുഞ്ചു ആയാലും മോളായാലും എല്ലാം അത്ര ഒരു കണക്ഷൻ ഉണ്ട് മാഷുമായിട്ട്. ഇപ്പം മാഷ് പുതിയൊരു സംരംഭം ചെയ്യാൻ പോകുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എത്ര വലിയൊരു കലാകാരനായാലും കലാകാരിയായാലും നമ്മൾ വിചാരിക്കും ഇത്രയധികം അറിവുകളും ഒക്കെ ആയി ഇനിയിപ്പം പുതിയതായിട്ട് എന്ത് ചെയ്യാനാണെന്നുള്ളൊരു ചിന്തകൾ വരും ചിലർക്ക്. പക്ഷെ മാഷ് അങ്ങനെയല്ല. മാഷ് എപ്പോൾ കാണുമ്പോഴും മാഷ് എന്തെങ്കിലും പുതിയ കാര്യങ്ങളെക്കുറിച്ചുള്ള ആലോചനയിലായിരിക്കും. എന്ത് പുതിയതായിട്ട് ചെയ്യാം, ഇതെങ്ങനെ പുതുമയോടുകൂടി അവതരിപ്പിക്കാം എന്നുള്ളൊരു ആലോചനയിലായിരിക്കും മാഷ്. ആ ഒരു ആലോചനയാണ് ഇന്ന് ശരിക്കും ഇങ്ങനൊരു സംരംഭത്തിൽ വന്നെത്തി നിൽക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ശിഷ്യന്മാർക്ക് കൂടി മാഷ് പഠിപ്പിച്ചു തരികയാണ് ചെയ്യുന്നത്. കാരണം ഒരു കലാകാരനും കലാകാരിയും ഒരിക്കലും അവരുടെ യാത്ര അവസാനിക്കുന്നില്ല. അവരുടെ യാത്ര എപ്പോഴും പുതിയ പുതിയ തീരങ്ങൾ കണ്ടെത്താനുള്ള ഒരു ശ്രമം അവരിലുണ്ടാവണം. ആ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കണം എന്ന് ഇൻഡയറക്ട്ലി നമ്മളെയും കൂടി മാഷ് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് സന്തോഷം. നേരിട്ട് അവിടെ എത്താൻ സാധിച്ചിട്ടില്ല. പക്ഷെ എൻ്റെ മാഷ്ക്കറിയാം, മനസ്സുകൊണ്ടും എൻ്റെ പ്രാർത്ഥന കൊണ്ടും ഒക്കെ ഞാൻ ഇന്ന് അവിടെയുണ്ട്. പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്ത് വെച്ചിട്ടാണ് ഇന്ന് മാഷിൻ്റെ ഈ ഒരു
ഇത് അരങ്ങേറുന്നത്. അതിലും ഒരുപാട് സന്തോഷമുണ്ട്. മനസ്സ് നിറഞ്ഞ പ്രാർത്ഥന.